കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജസ്ന സലീമിന് മതമില്ല. ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. മറക്കണമെന്ന് പറഞ്ഞത്, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷനോട് കൂട്ടാറുണ്ടെന്ന് പറഞ്ഞത്, അന്യ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരുതെന്ന് പറഞ്ഞത് ആരോടാണ് അള്ളാഹു പറഞ്ഞത്? ആരോടാണ് പ്രബോധകര് പറഞ്ഞത്? അള്ളാഹുവിന് വിശ്വാസമുള്ള, ഖബറിന് വിശ്വാസമുള്ള, പരലോകത്തിന് വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പറയും നബിയേ, ഞങ്ങളെ പ്രബോധനം ചെയ്യുന്നത്, ഖുർആൻ പറയുന്നത്, മാറുമറക്കാൻ പറയുന്നത്, തലമറക്കാൻ പറയുന്നത് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടാണ്. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ്. മുസ്ലിമായി ജനിച്ചവളോട് മാത്രമല്ല, മുസ്ലിമിന്റെ പേരുള്ളവളോട് മാത്രമല്ല, മുസ്ലിം നാമം പേറിയവളോടല്ല. നിനക്ക് ആടാം, നിനക്ക് പാടാം, നിനക്ക് മാറു തുറക്കാം, നിനക്ക് മാറ് അടക്കാം, നിനക്ക് മുഖം മറക്കാം, മറക്കാതിരിക്കാം, ലെഗിൻസ് ധരിക്കാം, ട്രൗസർ ധരിക്കാം, ഒന്നുമില്ലാതെ നടക്കാം. പൂജാപേരി പണ്ട് ഒന്നുമില്ലാതെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ? ആരാണ് കല്ലെറിഞ്ഞത്? അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ? പ്രബോധകര് തടസ്സം നിന്നുവോ? തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ്, തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ്, മാറി പറഞ്ഞിട്ടുണ്ട് പെണ്ണ്. അവരെ ഒന്നും കല്ലെറിയാൻ പ്രബോധകര് വന്നിട്ടില്ല.